ഇന്ന് +1 അക്കൗണ്ടൻസി 2024 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. +1 2024 പബ്ലിക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ഇതുണ്ട്. ക്ലോസിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, നെറ്റ് സെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനൊരു ഇക്വേഷനുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സാമിനേഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിനോട് പർച്ചേസസ് കൂട്ടി അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. ഓപ്പണിംഗ് സ്റ്റോക്കുള്ള പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000 പ്ലസ് നെറ്റ് പർച്ചേസ് 1,30,000. ഇനി അതിനോടുകൂടി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് 28,000. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 35,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. 35,000 അതിൻ്റെ അകത്ത് മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 1,80,000 മൈനസ് 35,000 എന്ന് വരും. 1,80,000 നിന്ന് 35,000 മൈനസ് ചെയ്താൽ 1,45,000 വരും. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, 1,45,000. ഇനി അടുത്ത കാണേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനൂടെ കണ്ട് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. അപ്പോൾ നെറ്റ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 2,45,000. 2,45,000 നിന്ന് 1,45,000 മൈനസ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 1,00,000 കിട്ടും. ഇനി നമുക്ക് മൂന്നാമതായിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കൂടെ കൂട്ടി കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കുറയ്ക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. 1,00,000 മൈനസ് 27,000 പ്ലസ് 33,000. 27,000 പ്ലസ് 33,000 ഈസ് ഈക്വൽ ടു 40,000. 1,00,000 മൈനസ് 60,000 വരും. അത് രണ്ടോട് കൂട്ടുമ്പോൾ 60,000 ആണ് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു 40,000. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 3 കണ്ടുവച്ചാൽ 5 മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ ഇത് നോക്കി ചെയ്ത് മനസ്സിലാക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.